അങ്ങോട്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായ ശിവന്റെ 19 അവതാരങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 19 യതിനാഥ് അവതാർ. അർബുദാചൽ പർവ്വതത്തിൽ താമസിച്ചിരുന്ന ശിവന്റെ ഭക്തരെ പരീക്ഷിക്കുന്നതിനായാണ് ശിവൻ ഈ രൂപം സ്വീകരിച്ചത്. അങ്ങനെ ശിവന്റെ പരീക്ഷണത്തിൽ വിജയിച്ച അവരാണ് നളനായും ദമയന്തിയായും പുനർജന്മം എടുത്തത് എന്ന് കരുതപ്പെടുന്നു. അതിൽ അവരുടെ സഹായിയായി വന്ന ഹംസം ശിവനുമാണെന്ന് വിശ്വസിക്കുന്നു. നമ്പർ 18 യക്ഷീശ്വർ അവതാർ. ശിവപുരാണം അനുസരിച്ച് അഹങ്കാരികളായ ദേവന്മാരെ വിനയം പഠിപ്പിക്കാനായി യക്ഷീശ്വരൻ എന്ന രൂപത്തിൽ ഭഗവാൻ ശിവൻ അവതരിച്ചു. പാലാഴി മദനത്തിനു ശേഷം അമൃത് ലഭിച്ച് അഹങ്കാരികളായ ദേവന്മാരെയാണ് യക്ഷൻ മുട്ടുകുത്തിച്ചത്. ഇതിലൂടെ അഹങ്കാരം ഉപേക്ഷിക്കാനും ഉന്നതമായ ശക്തി ഈശ്വരനാണെന്നും ദേവന്മാർക്ക് മനസ്സിലായി. നമ്പർ 17 വീരഭദ്ര അവതാർ. ഹിന്ദു പുരാണം അനുസരിച്ച് പരമശിവന്റെ ഉഗ്രരൂപമായ അവതാരമാണ് വീരഭദ്രൻ. സതീദേവിയുടെ വിയോഗത്തിൽ ദുഃഖിതനും കോപാകുലനുമായ ശിവന്റെ ജടയിൽ നിന്നാണ് വീരഭദ്രൻ അവതരിച്ചത്. ദക്ഷയാഗം തകർക്കുക എന്നതാണ് ഈ അവതാരത്തിന്റെ പ്രധാന ലക്ഷ്യം. നമ്പർ 16 സുരേശ്വർ അവതാർ. ഉപമന്യു എന്ന ഭക്തന്റെ ഭക്തി പരീക്ഷിക്കുന്നതിനായാണ് ഭഗവാൻ ശിവൻ ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനായി ഭഗവാൻ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ വേഷം ധരിച്ച് ഉപമന്യുവിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അവതാരം നമ്മെ പഠിപ്പിക്കുന്നത് ഗുരുവിനോടും ഈശ്വരനോടുമുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയുമാണ്. നമ്പർ 50 സുനട് നർത്തക അവതാർ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം പാർവതി ദേവിയെ വിവാഹം കഴിക്കാൻ അനുഗ്രഹം ചോദിക്കാൻ ശിവൻ എടുത്ത അവതാരമാണ് ഇത്. ഈ അവതാരത്തിൽ ശിവൻ ഒരു സുന്ദരനായ നർത്തകനായി മാറി അവരുടെ മുന്നിൽ നൃത്തം ചെയ്തതായും വിശ്വസിക്കപ്പെടുന്നു. നമ്പർ 40 ശരഭ അവതാർ. ഹിന്ദുമതത്തിൽ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ പരമശിവൻ എടുത്ത ഏറ്റവും ഉഗ്രമായ രൂപമാണ് ഇത്. മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരത്തിന്റെ കോപം ശമിപ്പിക്കാനാണ് ശിവൻ ഈ രൂപം സ്വീകരിച്ചത്. ശരഭൻ നരസിംഹത്തെ ശാന്തനാക്കുകയും മഹാവിഷ്ണു പഴയ രൂപത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. നമ്പർ 13 ഋഷഭ അവതാർ. ശിവന്റെ വാഹനമായ കാളയുടെ രൂപമാണ് ഇത്. ഹൈന്ദവ പുരാണങ്ങളിൽ അനുസരിച്ച് ധർമ്മം സംരക്ഷിക്കുന്നതിനും ഭക്തരെ കാക്കുന്നതിനും വേണ്ടി ഭഗവാൻ ശിവൻ കാളയുടെ രൂപം സ്വീകരിച്ചു. ഈ അവതാരത്തിൽ ഭഗവാൻ അഹങ്കാരമില്ലാത്തവനും ക്ഷമയും ശാന്തതയും സ്ഥിരതയും ഉള്ളവനുമാണ്. നമ്പർ 12 പിപ്പലാദ അവതാർ. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം പരമശിവൻ ദധ്യുജി മഹർഷിയുടെ മകനായി ഇദ്ദേഹം അവതരിച്ചു. പിപ്പലാദ ഭഗവാനെ ഭജിക്കുന്നത് ശനിദോഷം മാറാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. ജ്ഞാനം, സമാധാനം, ആത്മീയ അറിവ് എന്നിവയുടെ പ്രതീകമായാണ് ഈ അവതാരം കണക്കാക്കപ്പെടുന്നത്. നമ്പർ 11 നന്ദി അവതാർ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം പരമശിവന്റെ പ്രധാന വാഹനവും ശിവഗണങ്ങളിൽ പ്രമുഖനുമാണ് നന്ദി. കന്നുകാലികളുടെ സംരക്ഷകനായാണ് നന്ദിയെ സങ്കല്പിച്ചിരിക്കുന്നത്. മനുഷ്യ ശരീരവും കാളയുടെ മുഖവുമുള്ള ദിവ്യരൂപമായാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. കൂടാതെ ശിവന്റെ വാസസ്ഥലമായ കൈലാസത്തിന്റെ കാവൽക്കാരനുമാണ് ഇദ്ദേഹം. നമ്പർ 10 കൃഷ്ണദർശൻ അവതാർ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യജ്ഞത്തിന്റെയും ആചാരങ്ങളുടെയും പ്രാധാന്യം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഭഗവാൻ ശിവൻ ഈ അവതാരം എടുത്തത്. രാജകുമാരനായ നാഭാഗന് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ രാജ്യത്തിന്റെ അവകാശം നിഷേധിച്ചു. അക്കാലത്താണ് യാഗങ്ങളുടെയും പൂജകളുടെയും പ്രാധാന്യം മനസ്സിലായത്. നമ്പർ 9 കിരാതേശ്വർ അവതാർ. ഇദ്ദേഹം അർജുനനെ പരീക്ഷിക്കുന്നതിനും പാശുപതാസ്ത്രം നൽകുന്നതിനുമായി പരമശിവൻ ഒരു വേട്ടക്കാരന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അർജുനന്റെ അഹങ്കാരം ശമിപ്പിച്ച് അർജുനന് ദിവ്യമായ പാശുപതാസ്ത്രം നൽകി അദ്ദേഹം അനുഗ്രഹിച്ചു. നമ്പർ 8 ഹനുമാൻ അവതാർ. ഹൈന്ദവ പുരാണങ്ങളായ ശിവപുരാണവും ദേവി ഭാഗവതവും അനുസരിച്ച് ശ്രീരാമനെ സഹായിക്കുന്നതിനായി ശിവൻ തന്നെയാണ് ഹനുമാൻ അവതാരം എടുത്തത്. കേസരിയുടെയും അജ്ഞനയുടെയും പുത്രനായതുകൊണ്ട് ആജ്ഞനേയൻ എന്നും വായുദേവന്റെ പുത്രനായതിനാൽ പാവനപുത്രൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. നമ്പർ 7 ഗൃഹപതി അവതാർ. നർമ്മദാ നദീതീരത്ത് ജീവിച്ചിരുന്ന വിശ്വനാരൻ എന്ന ബ്രാഹ്മണന്റെയും ശുചിസ്മതിയുടെയും പുത്രനായാണ് ഗൃഹപതി പിറന്നത്. ആയുസ് കുറവായതിനാൽ പരമശിവനെ പ്രാർത്ഥിച്ച് യമധർമ്മനെ പോലും തോൽപ്പിച്ച് അവൻ ദീർഘായുസും സകല ലോകങ്ങളുടെയും അധിപനാകുവാനുള്ള വരവും നൽകി അനുഗ്രഹിച്ചു. നമ്പർ 6 ദുർവാസ അവതാർ. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് മഹാനായ അത്രി മഹർഷിയുടെയും അസൂയയുടെയും പുത്രനായാണ് ദുർവാസാവ് സാക്ഷാൽ പരമശിവന്റെ അവതാരമായാണ് കണക്കാക്കപ്പെടുന്നത്. കഠിനമായ തപോബലമുള്ള ആളാണെങ്കിലും പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം കാരണം അദ്ദേഹം എപ്പോഴും ശാപങ്ങൾ നൽകുന്നതിലൂടെയാണ് അറിയപ്പെടുന്നത്. നമ്പർ 5 ബ്രഹ്മചാരി അവതാർ. സതീദേവിയുടെ ദാരുണയായ വിയോഗത്തിന് ശേഷം ഈശ്വരൻ ലൗകിക സുഖങ്ങൾ ത്യജിച്ച് ഹിമാലയത്തിൽ കഠിനമായി തപസ്സനുഷ്ഠിച്ച് ഒരു ബ്രഹ്മചാരിയായി ജീവിച്ചു. ശിവപുരാണം അനുസരിച്ച് പാർവതി ദേവിയുടെ തപസ് പരീക്ഷിച്ച് അവരുടെ ഭക്തിയുടെ ആഴം മനസ്സിലാക്കാനായി ശിവൻ ബ്രഹ്മചാരി വേഷത്തിലെത്തിയെന്നും പറയപ്പെടുന്നു. നമ്പർ 4 ഭിക്ഷുവര്യ അവതാർ. പരമശിവന്റെ ഭക്തജന സംരക്ഷകനും സന്യാസ തുല്യവുമായ രൂപമാണ് ഭിക്ഷുചര്യ അവതാരം. ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുന്നതിനായി ഭഗവാൻ ഈ രൂപം എടുത്തു എന്നാണ് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നത്. കാരുണ്യവും സ്നേഹവും നിറഞ്ഞ ഒരു ശാന്തമായ രൂപമാണ് ഇതിന്. നമ്പർ 3 ഭൈരവ അവതാർ. ഹിന്ദുമതത്തിൽ സംഹാരമൂർത്തിയായ പരമശിവന്റെ ഏറ്റവും ഉഗ്രമായ അവതാരമാണ് ഭൈരവൻ. കാലത്തെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ശക്തിയായി ഭൈരവരെ ആരാധിക്കുന്നു.
കേരളത്തിൽ വൈക്കം മഹാദേവ ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രം, കോഴിക്കോട് തളി ക്ഷേത്രം തുടങ്ങിയ ശിവക്ഷേത്രങ്ങളിൽ ഇത് ഉപദേവതയാണ്. നമ്പർ 2 അവധൂത് അവതാർ. ഇത് ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുക്തനായ ലൗകിക ബന്ധങ്ങൾ ഉപേക്ഷിച്ച ഒരു സന്യാസി വേഷത്തിലുള്ള പരമശിവന്റെ രൂപമാണ്. അഹങ്കാരിയായ ദേവേന്ദ്രന്റെ അഹങ്കാരമില്ലാതാക്കി ഈശ്വരീയമായ വിനയം പഠിപ്പിക്കാനാണ് ശിവൻ ഈ രൂപം ധരിച്ചത്. നമ്പർ 1 അശ്വതാത്മ അവതാർ. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം മഹാഭാരതത്തിലെ ശക്തനായ യോദ്ധാവാണ് അശ്വതാത്മാവായി കാണുന്നത്. ശിവന്റെയും യമന്റെയും കാമന്റെയും ക്രോധത്തിന്റെയും സംയോജിത അവതാരമായാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ 7 ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥാത്മാവ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.